ഉമ്മത്തി യാ ഉമ്മത്തി എന്ന് കരഞ്ഞുവെങ്കിൽ അവസാന സമയം പോലും ഉമ്മത്തിനെ ഓർത്ത അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യുവാൻ ജീവിതത്തിൽ പകർത്തുവാനും നമ്മൾ ശ്രമിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. തങ്ങൾ പഠിപ്പിച്ച ജീവിതാനുഭവങ്ങൾ, ആ വർഷക്കാലം തങ്ങളുടെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പണ്ടുകാലങ്ങളിൽ നമ്മളൊക്കെ പറയാറുണ്ട്, മറ്റു മതസ്ഥർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്ത് പഠിച്ച് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നു. എന്തിനേറെ മൈക്കിൾ ജിഹാദ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഒന്നാമതായി അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരഞ്ഞെടുത്തുവെങ്കിൽ ഈ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിച്ചു മനസ്സിലാക്കിയ ആളുകൾ ഇന്നത്തെ കാലത്ത് ചോദിക്കുന്നത്, ഇസ്ലാം മുസ്ലിം, ഇസ്ലാം എത്ര സുന്ദരമായ മതമാണ്, പക്ഷേ വേറാത്ത മുസ്ലിം, എവിടെയാണ് മുസ്ലിമാൻ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തേക്ക് നാം എത്തിയിരിക്കുകയാണ്. എന്തിനേറെ ഈ സദസ്സ് കാണുമ്പോൾ പോലും എനിക്ക് അങ്ങനെ ചോദിക്കാൻ തോന്നുകയാണ്, ഇസ്ലാം മുസ്ലിം, എവിടെയാണ് മുസ്ലിമാൻ? ഹിജാബിന്റെ ആയത്ത് എടുത്തുപോയോ എന്നിവരെ ചിന്തിക്കേണ്ട ഒരു സമയത്താണ്, ഒരു അവസരത്തിലാണ് നാം നിലകൊള്ളുന്നത്. നമ്മളൊക്കെ ഇസ്ലാമിന്റെ മക്കളാണ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതൊക്കെ പിന്നീട് ഇനിയുള്ള സാഹചര്യങ്ങളിലും അത് തിരുത്തപ്പെടണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അദാബിനെ പ്രതീക്ഷിച്ചുകൊള്ളുക എന്ന അത് നമ്മൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതൊക്കെ ജീവിതത്തിൽ പകർത്തുവാനും അതൊക്കെ നമ്മളെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിന്, ഈ സദസ്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അല്ലാഹു തആല എല്ലാം കബൂൽ ചെയ്യട്ടെ. കഷ്ടപ്പെട്ട ധാരാളം ആളുകളുണ്ട്. അല്ലാഹു അവർക്കെല്ലാം നീ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹു ഇതിനു വേണ്ടി അവസരങ്ങൾ ഒരുക്കിയ മദ്രസയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ, മഹല്ലിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ, കഷ്ടപ്പെട്ട് കുട്ടികൾക്ക് നബി തങ്ങളുടെ മദഹിനെ പറഞ്ഞ് പരിചയപ്പെടുത്തിയ മദ്രസയിലെ ഉസ്താദുമാർ, അല്ലാഹു അവർക്കൊക്കെയും ഖൈറും ബറക്കത്ത് പ്രദാനം ചെയ്യണം റഹ്മാനെ. ഈ നാടിന്റെ നന്മകൾക്ക് വേണ്ടി മാത്രം, ഈ നാടിന്റെ നന്മകൾക്ക് വേണ്ടി ധാരാളം അധ്വാനിക്കുകയും ഹദിയകൾ നൽകുകയും മനസ്സുകൊണ്ട്, ഇവിടെ ശരീരം കൊണ്ട് വിടയില്ലെങ്കിലും മനസ്സുകൊണ്ട് ഈ മജ്‌ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ധാരാളം ഞങ്ങളുടെ പ്രവാസികളായ സഹോദരങ്ങളുണ്ട്, കൂട്ടുകാരുണ്ട്. അല്ലാഹുവേ അവരുടെ ജോലിയിൽ നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ അവരുടെ ഏർപ്പാടുകളിൽ നീ ഖൈർ നൽകണം റഹ്മാനെ. അവർ ഈ സംവിധാനത്തിനും ഈ സൗകര്യങ്ങൾക്കും വേണ്ടി അവർ നൽകിയ സഹായങ്ങൾ അല്ലാഹുവേ വർദ്ധിത സവാബോടുകൂടി സ്വീകരിക്കണം റഹ്മാനെ. അതിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ കുടുംബങ്ങളിൽ സന്തോഷം പകരണം റഹ്മാനെ. അല്ലാഹുവേ അവർ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നില്ലെങ്കിലും ഈ മഹത്തായ മജ്‌ലിസിൽ പറയുന്ന മദ്ഹിന്റെയും പ്രകീർത്തനങ്ങളുടെയും സ്വലാത്തിന്റെയും എല്ലാം സവാബിനെ അല്ലാഹുവേ അവർക്കും നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവരുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലുള്ള നിഅ്മത്തും പ്രദാനം ചെയ്യണം അല്ലാഹുവേ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. അവിടുത്തോട് ഹുബ്ബ് വർദ്ധിപ്പിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണം റഹ്മാനെ. അല്ലാഹുവേ എല്ലാ വർഷവും ഇതിനേക്കാൾ വിപുലമായ രീതിയിൽ ഞങ്ങൾക്ക് ഇതുപോലെ മഹബ്ബത്തിന്റെ വേദികൾ ഒരുക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഇതിനുവേണ്ടി ഏതൊക്കെ അർത്ഥത്തിൽ ഇന്ന് രാവിലെ മുതൽ പള്ളിയിൽ മൗലിദുണ്ട്, ഇന്ന് റാലി ഉണ്ടായിട്ടുണ്ട്, ഭക്ഷണ വിതരണം നടത്തിയിട്ടുണ്ട്. അല്ലാഹു എല്ലാം നീ ഹദിയകളായി സ്വീകരിക്കണം റഹ്മാൻ. അതിന്റെ സവാബിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ഹദറത്തിലേക്ക് എത്തിക്കണം റഹ്മാനെ. അല്ലാഹുവേ മറ്റ് അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും അർവാഹികളിലേക്ക് എത്തിക്കണം അല്ലാഹുവേ. അതിന്റെയൊക്കെ പ്രതിഫലമായി ഞങ്ങൾക്ക് ഹലാവത്തുൽ ഈമാൻ, ഈമാന്റെ മാധുര്യം അനുഭവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. ഒരുപാട് ആളുകൾ ഇത്തരം മജ്‌ലിസുകൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പലരും രോഗികളായവരുണ്ട്, മരിച്ചുപോയവരുണ്ട്. അല്ലാഹുവേ രോഗികൾക്ക് നീ ആജിലായ ശിഫാ നൽകണം റഹ്മാനെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക്, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ, ഇത്തരം സംരംഭങ്ങളുടെ കൂടെ നിന്ന് ജീവിച്ചിരുന്ന ആളുകൾ, പതിറ്റാണ്ടുകളോളം ഈ നാട്ടിലെ തലമുറകളുടെ വൈജ്ഞാനിക വിപ്ലവത്തിന് നേതൃത്വം നൽകി ഞങ്ങളുടെ ചെറിയ മുസ്താദ് അടക്കമുള്ള ധാരാളം ആളുകൾ അല്ലാഹുവേ ബർസഖി ലോകത്താണ്. അല്ലാഹുവേ ഈ മദ്‌ലിസിന്റെ മദഹിന്റെ പ്രകീർത്തനങ്ങളുടെ സന്തോഷങ്ങൾ ആ ഖബറുകളിലേക്ക് എത്തിക്കണം ആ ഖബറുകളിലേക്ക് എത്തിക്കണം ആ ഖബറുകളിലേക്ക് എത്തിക്കണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.
برحمتك يا أرحم الراحمين. ഉസ്താദുമാരെ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള എൻ്റെ പ്രിയ കാരണവന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അർഹതപ്പെട്ട കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ ജനിച്ച ദിവസത്തിൻ്റെ ആഹ്ലാദത്തിലാണ് നമ്മെ വരുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉസ്താദ് ഇല്ലാത്ത ആദ്യത്തെ ഒരു വർഷമാണ് നമ്മളിലൂടെ പോകുന്നത്. പതിനായിരക്കണക്കിന് കുട്ടികൾക്ക് വിദ്യ നുകർന്ന ഉസ്താദിനെ നിങ്ങളെപ്പോഴും ഓർക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നൽകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പണ്ഡിതന്മാർ, സഹോദര സഹോദരിമാരെ, ശിക്ഷ ഉസ്താദുമാരെ, വിദ്യാർത്ഥികളെ